അന്നിയ്യത്തു. നിസ്കരിക്കുന്ന ആൾക്ക് എന്ത് വേണം? നിയ്യത്ത് വേണം. അത് നിസ്കാരത്തിന് മാത്രമല്ല, എല്ലാ ഇബാദത്തുകളിലും എന്ത് വേണം? നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ അള്ളാഹു ഏതെങ്കിലും ഇബാദത്ത് സ്വീകരിക്കുമോ? ഒരു ഇബാദത്ത് സ്വീകരിക്കൂല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അള്ളാഹു കർമ്മങ്ങൾ പരിഗണിക്കുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തരും എന്താണോ നിയ്യത്തായി കരുതിയത് അത് അവർക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. വ മഹല്ലുഹാ അൽ ഖൽബ്. നിയ്യത്തിന്റെ സ്ഥാനം ഏതാണ്? അൽ ഖൽബ്. എന്താണ്? ഹൃദയമാണ്. വത്തലഫ്ഫുദു ബിഹാ ബിദ്അത്തുൻ. ആ നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ളത് ബിദ്അത്തുൻ. എന്താണ്? ബിദ്അത്താൻ. നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ ളുഹർ നിസ്കരിച്ചു, വേറൊരാൾ അസർ നിസ്കരിച്ചു. ഈ രണ്ട് നിസ്കാരങ്ങൾ തമ്മിൽ മാറ്റം എന്താ? അസറും ളുഹറും തമ്മിൽ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 4 റക്അത്താണ്. തക്ബീർ ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്, സലാം വീട്ടിയിട്ടാണ് അവസാനിപ്പിച്ചത്. രണ്ട് നിസ്കാരത്തിനും മുമ്പ് പതുക്കെന്നെ ഓതുന്നത്. നിസ്കാരത്തിന്റെ രൂപത്തിൽ എന്തില്ല? ഒരു മാറ്റവും ഇല്ല. ളുഹറും അസറും ഒരേ രൂപത്തിലാണ് നിസ്കരിക്കുന്നത്. ആകെ മാറ്റം വന്ന എന്താണ്? നിയ്യത്താൻ. അപ്പൊ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരാൾ നല്ല ചൂടുള്ള സമയം, മുമ്പ് അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പൈപ്പിൻ്റെ അടുത്ത് പോയി വുളൂവിൻ്റെ എല്ലാ അവയവങ്ങളും കഴുകി, ഒന്ന് ശരീരം തണുപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മുഖം കഴുകി, കൈ കഴുകി, തലക്കൊന്ന് തടവി, കാലൊക്കെ കഴുകി. സമയം 12 മണിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തു. മുമ്പർക്ക് പോയിട്ട് വുളൂ ചെയ്യാതെ നിസ്കരിക്കാൻ പറ്റുമോ? വുളൂവിൻ്റെ എല്ലാ അവയവങ്ങളും മുമ്പ് കഴുകിയിട്ടുണ്ട്. എന്താ നിസ്കരിക്കാൻ പറ്റാത്തത്? നിയ്യത്തില്ല. ആ അവയവങ്ങൾ കഴുകുമ്പോൾ ഇത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനുള്ള വുളൂ ആണ് എന്ന നിയ്യത്ത് മനസ്സിലില്ല. ഒരാൾ സ്വതക്ക കൊടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സക്കാത്തായിട്ട് പരിഗണിക്കുമോ? ഇല്ല. മൂപ്പര് കൊടുത്ത എന്താണ്? സ്വതക്കയാണ്. ചില ആൾക്കാരുണ്ട് കടം കൊടുക്കും, 50,000 1 ലക്ഷമൊക്കെ ആൾക്കാർക്ക് കടം കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് സക്കാത്ത് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഈ സാധു തിരിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം എന്നാൽ പിന്നെ ആ കടം അങ്ങനെ സക്കാത്ത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത് സക്കാത്താക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു വിഷയം വരുന്നത് എന്താണ്? ഈ നിയ്യത്തിന്റെ പ്രശ്നമാണ്. മൂപ്പര് കൊടുത്തത് എന്താണ്? കടം എന്ന ഉദ്ദേശത്തിലാണ്. ഒന്നാമത്തെ പ്രശ്നം അതാണ്. കടം എന്നുള്ള ഉദ്ദേശത്തിലാണ് മൂപ്പര് കൊടുത്തത്. വേറെയും വിഷയങ്ങൾ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു അലാ ഫുഖറാഇഹിം. അത് നിങ്ങളുടെ സമ്പന്നരിൽ നിന്ന് സ്വീകരിക്കുകയും എടുക്കുകയും ദരിദ്രർക്ക് വിതരണം ചെയ്യുകയും ചെയ്യണം, അവർക്ക് കൊടുക്കുകയും ചെയ്യണം. ഇവിടെ കടം സക്കാത്തായിട്ട് കൊടുക്കുമ്പോൾ എടുക്കലും കൊടുക്കലും നടക്കുന്നില്ല. മൂപ്പര് ആദ്യം കടം കൊടുത്തൊരു സംഗതിയാണ്, അത് പിന്നെ വിട്ടുവീഴ്ച ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ കൊടുക്കലും വാങ്ങലും അല്ല നടക്കുന്നത്, വിട്ടുവീഴ്ചയാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ കടം കൊടുത്തൊരു സംഗതി എന്താക്കി മാറ്റാൻ പറ്റൂല? സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, അടിസ്ഥാനമാണ്. ഇനി ശൈഖ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. വത്തലഫ്ഫുദു ബിഹാ ബിദ്അത്തുൻ. ആ നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലി പറയുക എന്നത് ബിദ്അത്താണ്. മഹല്ലുഹ അൽ ഖൽബ്. ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. നവൈതു അൻ ഉസല്ലിയ. ഞാൻ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചൊല്ലി പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കയ്യെട്ടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. നവൈതു അൻ അസൂമ. ഞാൻ നാളെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ട് നോമ്പെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകൾ നോമ്പെടുത്തിട്ടുണ്ട്. എത്ര കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ മുമ്പിൽ ഇമാം എന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ആ നബിയുടെ നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് അത് നമുക്ക് കൈമാറിയവരാണ് സ്വഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും നവൈതു അൻ ഉസല്ലിയ എന്ന് നിയ്യത്ത് ചൊല്ലി പറഞ്ഞതായിട്ട് ഒരു സ്വഹാബി പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു സ്വഹാബി പോലും നിസ്കരിക്കുമ്പോൾ അങ്ങനെ നിയ്യത്ത് ചൊല്ലി പറഞ്ഞതായിട്ട് എവിടെ നമുക്ക് കാണൂല. 4 മദ്ഹബിന്റെ ഇമാമാർക്ക് എന്തില്ല? ഈ പരിപാടി പരിചയമില്ല. ഇത് പിൽക്കാലത്ത് ഉണ്ടായതാണ്. അപ്പൊ നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ള ഏർപ്പാട് ഇല്ല, അത് ബിദ്അത്താൻ. അവിടെ നമ്മളൊരു വസ്വാസിന്റെ വാതിൽ തുറക്കും കൂടിയാണ് ചെയ്യുന്നത്. വെറുതെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്ത് കൈയ്യട്ടാൻ നിൽക്കുമ്പോൾ നമ്മളെ കൂടെ തന്നെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടാവും. നമ്മൾ റുക്കൂക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുക? മുമ്പ് തക്ബീർ കെട്ടി പൂർത്തിയാവുക, അല്ലാഹു അക്ബർ, പിന്നെ കൈ താന്നു, പിന്നെ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വീണ്ടും കൈ ഉയർത്തും. എന്താണ്? മനസ്സും നിയ്യത്തൊക്കെ പ്രശ്നം വരുന്നതാണ്. വസ്വാസിന്റെ വാതിൽ തുറക്കാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു മാതൃക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നിസ്കാരം ശരിയാകാനുള്ള 9ാമത്തെ നിബന്ധന. അന്നിയ്യത്തു. നിയ്യത്ത് ഉണ്ടാകണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സ്വഹീഹുൽ ബുഖാരിയിലെ 1ാമത്തെ ഹദീസ് ഏതാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇമാം നവവി റഹിമഹുല്ലാഹു തആലക്ക്
ഒരു ഗ്രന്ഥമുണ്ട്, 40 ഹദീസുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട 40 ഹദീസുകൾ ശേഖരിച്ച ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ ഹദീസ് എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തെ ഹദീസായിട്ട് വരുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസാണ്. അത് ആ നിയ്യത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ കൂടിയാണ് പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി അൽഹംദുലില്ലാ നമ്മുടെ ശുറൂത്തു സ്വലാത്ത് എന്ന ഭാഗം ഇവിടെ പൂർത്തിയാകാൻ